ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മളെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആര്യവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്, പിന്നെ അതാ കറിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്, പിന്നെ അതാ കറുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ശിവൻ്റെ പ്രധാന വഴിപാടായ കറുക കേട്ടോ. പിന്നെ ചുവന്ന തുളസി, അതുപോലെ തന്നെ നീലാമരി, ചെമ്പരത്തി മൊട്ട്, നെല്ലിക്ക, പിന്നെ നമ്മളെ തിരുതാളി കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ചിറ്റാമൃത് കേട്ടോ. അത് നമ്മൾ കഷ്ണമാണ്, അത് നമ്മൾ ചതച്ചിടുകയാണ് ചെയ്യുക. പിന്നെ ഇത് കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യൊന്നി, പല സ്ഥലങ്ങളിലും പല പേരിലായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ഇതൊന്ന് അടയ്ക്കാപ്പഴത്തിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സർ ജാറിൽ അത് അരച്ചെടുക്കുമ്പോൾ ആ ഒരു പാകത്തിനാക്കി നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത്രയും ചെറിയൊരു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം കൂടി മിക്സാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കുറേശ്ശെ എടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ അത് ലാസ്റ്റ് എണ്ണ കാച്ചുന്ന സമയത്ത് അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിന്ത കെട്ടിയിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മളത് ലാസ്റ്റ് നിന്ന് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിതൊന്ന് നമ്മളെല്ലാം നെല്ലിക്കയും എല്ലാം നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സർ ജാറിൽ ഓരോന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഓരോന്നല്ല, എല്ലാം മിക്സായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റം വേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ് പാലും കൊണ്ടാണ് നമ്മളിതൊക്കെ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ എത്രയും ഇല ഈ ഒരു ഗ്ലാസ് പാൽ കൊണ്ട് അരച്ചെടുക്കാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇലയും നെല്ലിക്ക വെച്ചേക്ക് നമ്മൾ കുറച്ച് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ച് എടുത്ത ശേഷം ഇതൊന്ന് നമ്മൾ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ അരിച്ചെടുത്ത ചാറുണ്ടല്ലോ, ആ ചാറും കൊണ്ടാണ് നമ്മൾ ഇത് മുഴുവനായിട്ടുള്ള ഇല അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറ്റാവുന്ന പാല് ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കും. ബാക്കി നമുക്ക് അരച്ചെടുക്കാൻ ആ ചാറ് തന്നെ നമ്മൾ ഉപയോഗിച്ച് അരച്ചെടുക്കട്ടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഇത് ചേർക്കണില്ല കേട്ടോ. ഇത്രയും ചാറാട്ടോ നമുക്ക് അരച്ചെടുത്തതിന് കിട്ടിയത്. പിന്നെ ഇത് അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേസ്റ്റ് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് അത് അരിച്ചെടുത്തിട്ട് തലയിൽ തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേക്കാറുണ്ട്. അങ്ങനെ നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളടിയിൽ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാരമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വിറകടുപ്പിൽ വെക്കുന്നത് കേട്ടോ നല്ലത്. ഗ്യാസ് അടുപ്പിൽ വെക്കാനായിട്ട് നല്ലത്. ഏറ്റവും നമ്മൾ എണ്ണ കാച്ചുന്നത് വിറകടുപ്പിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഉരുളിയൊക്കെ വെച്ച് കൊടുത്ത ശേഷം ചൂടായി വന്ന ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കേട്ടോ ആ കളറൊക്കെ ഇങ്ങനെ വ്യത്യാസമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ചിറ്റാമൃത് പറഞ്ഞല്ലോ, അത് നമ്മളിത് ചതച്ചിട്ട് ഒന്ന് കെട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അവിടെയും ഇവിടെയും ഇങ്ങനെ പരന്ന് കിടക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ കെട്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ നീരൊക്കെ തിന്ന് ഇറങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നതിലേക്ക് നമുക്കിനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ചാറിലേക്ക് 1 ലിറ്റർ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോണത്. അപ്പോൾ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ചാറ് മൊത്തം അങ്ങനെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു തീയിൽ വേണം നമ്മളിത് കാച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു കുപ്പിയിലുള്ള മുഴുവൻ എണ്ണയും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് മൈലാഞ്ചി ഇലയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് മൈലാഞ്ചി ഇല ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കണ രീതിയിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് മൈലാഞ്ചി ഇലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടിത് എണ്ണ പതള വന്നിട്ട് പൊന്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ വെള്ളം പൊന്തുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് നന്നായിട്ട് തിളച്ച് പൊന്തി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു ഇതാണ് നമ്മൾ പറഞ്ഞ് പതള വരാൻ കേട്ടോ. അങ്ങനെ പതള നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പതളങ്ങൾ പൊന്തി മേപ്പെട്ട് വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാലാണ് അത് താഴ്ന്നു പോകും കേട്ടോ. അതുകൊണ്ട് ഏകദേശം നമ്മൾ എണ്ണ റെഡിയായി വരാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നമ്മൾ ആ വേസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുളയിൽ വരും കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ എണ്ണ റെഡിയായി നമുക്ക് അറിയുള്ളൂ കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ റെഡി ആയിട്ട് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കളറുണ്ട് കേട്ടോ. നമ്മൾ ആ മൈലാഞ്ചിരിയും പിന്നെ ആ നീലാമരയുടെയൊക്കെ കളറുണ്ട്. ഈ ഒരു പരിവാവും കേട്ടോ അതിൻ്റെ വേസ്റ്റ് പറയുന്നത്. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ആറിയ ശേഷം ഒരു ബോട്ടിലാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച അതേ ബോട്ടിൽ തന്നെയാണ് ഈ ഒരു എണ്ണ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് കാച്ചി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾ വേറെ രീതിയിലും കാച്ചിയെടുക്കുന്നുണ്ടാവും. എങ്ങനെയായാലും നമ്മൾ ഈ എണ്ണയാണ് നമ്മൾ ഇനി മുതൽ തേക്കാൻ പോകുന്നത് തലയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.